അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഞാനിതാ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണിയിലാണ് നിൽക്കുന്നത്. കുറച്ച് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ അലക്കിയിട്ട് ഇവിടെ ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനിയിപ്പം വേറൊരു സ്ഥലം വരെ പോവാണ്, അപ്പം അങ്ങോട്ട് യാത്ര തിരിക്കുക. ഇപ്പോൾ കാഴ്ചകൾ കാണാം കേട്ടോ. ഇവരെ ഒരു വില്ലേജ് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പിന്നിലൊക്കെ വീടുകളുണ്ട്. ഈ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ നെയിൽ റിവറിൻ്റെ അടുത്തേക്ക് പോവാണ്. എൻ്റെ ബൈക്കാണ്. Which company? The Hogan. Hogan. Yes. നല്ല സുഖമുണ്ട് ഇതിന്മേൽ പോവാൻ. ഇവിടുത്തെ മറ്റൊരു വാഹനമാണ് കഴുത. കണ്ടോ, ഉണ്ട് കഴുത, കുതിര ഒക്കെയാണ് ഇവിടുത്തെ വാഹനങ്ങൾ. പിന്നെ ബൈക്ക്. ഓ, ഇത് ഹോഴ്സ് റൈഡേഴ്സാണ്. അപ്പോൾ നമ്മളിവിടെ നെയിൽ നദീൻ്റെ പരിസരത്തുള്ള സ്ഥലത്തെത്തി. ഇനിയിപ്പം ബോട്ടിൽ കയറിയിട്ട് ഇവിടുത്തെ തോണിയിൽ കയറി അപ്പുറം കിടക്കണം. ഇതാണ് നെയിൽ നദീൻ്റെ കര. ഇവിടെ നിന്ന് അക്കരക്ക് പോകണം. അക്കരയാണ് മറ്റേ ലെക്സോർ ടെമ്പിൾ മറ്റേതൊക്കെ ഉള്ളത്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതൊക്കെ. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാൻ പോവല്ല, ഇവിടുത്തെ ഒരു സിറ്റി ഇങ്ങനെ പോയി കറങ്ങി വരിക എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇന്നൊരു ദിവസം ഫ്രീ ഉണ്ട്, പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യണം, അതുപോലെ തന്നെ കൈറോയിലേക്കുള്ള ബസ് ബുക്ക് ചെയ്യണം. അങ്ങനെയുള്ള കുറേ സംഗതികൾ ബാക്കിയുണ്ട്. കണ്ടോ, അങ്ങനെയുള്ള പാലം കടന്നിട്ടാണ് ബോട്ടിലേക്ക് കയറേണ്ടത്. സോ ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ ഷെയർ ടാക്സി ഉള്ള രൂപത്തിൽ പോകും ബോട്ട്. അപ്പം അതിന് 10 കൊണ്ടോ 5 കൊണ്ടോ കൊടുത്താൽ മതി. അപ്പോൾ അത് അത്ര നേരം ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ബോട്ട് വിളിച്ചിട്ടോ അല്ലെങ്കിൽ കുറഞ്ഞ ആളുകളുടെ ബോട്ടിൽ കയറി പോവാം. അപ്പോൾ 50 പൗണ്ട് കൊടുക്കേണ്ടി വരും. ഇതുണ്ടോ, അവിടെ ഇഷ്ടംപോലെ ബോട്ടുകളുണ്ട്. ഇതൊക്കെ മെഷീനഡ് ആയ ബോട്ടുകൾ തന്നെയാണ്. ഇതാട്ടോ, താങ്ക് യു. സോ നമ്മളെ ബോട്ട് ഇവിടെ നിന്ന് എടുക്കുകയാണ്. മെഷീൻ്റെ ആയതിൽ ഞാനും വേറെ ലേഡി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഇതുണ്ടോ, ഇതാണ് നെയിൽ നദി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പെട്ടിയിലാക്കി ഒഴുക്കി വിട്ട നെയിൽ നദിയാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ബഹുമാനപ്പെട്ട അംർ ബിൻ ലാസ് റളിയല്ലാഹു ഈജിപ്ത് കീഴടക്കിയപ്പം ഈ നെയിൽ നദി ഒഴുകാതെ നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ഒരു പെൺകുട്ടിയെ ഇതിലേക്ക് ഇടുമ്പോഴാണ് അവർ പെൺകുട്ടിയുടെ ജീവൻ കൊടുക്കുമ്പോഴാണ് പിന്നീട് ആ ഒഴുക്ക് തുടരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഇതിൽ. അപ്പം ഉമർ റളിയല്ലാഹു അത് കത്തെഴുതുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നിരോധിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു നെയിൽ നദിക്കൊരു കത്തെഴുതുകയും ആ കത്ത് ഇതിലിടുകയും ചെയ്തപ്പോഴാണ് പിന്നെ നെയിൽ നദി എല്ലാ വർഷവും ഒരു പ്രശ്നവുമില്ലാതെ ഒഴുകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഈ നെയിൽ നദിക്ക് ചുറ്റുഭാഗം ഇഷ്ടംപോലെ കൃഷികൾ പഴയ കാലത്തുണ്ടായിരുന്നു. ഈ നെയിൽ നദിയാണ് ഇന്നിപ്പം ഒരുപാട് മരുഭൂമികളാണ് ഈജിപ്തിൽ കാണുന്നതെങ്കിൽ ഒരു കാലഘട്ടത്തിലെ ഫുഡിൻ്റെ ശേഖരം ഈ ഒരു നെയിൽ നദിയുടെ ചുറ്റുഭാഗത്തുള്ള കൃഷിയിടങ്ങളായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തൊക്കെ ഈ നെയിൽ നദിയുടെ ചുറ്റുഭാഗത്തുള്ള കൃഷിയിടങ്ങളിൽ നിന്ന് വിളവെടുപ്പുകളായിരുന്നു അന്നത്തെ ഫുഡ് ശേഖരം ഉണ്ടായിരുന്നത്. അതിൻ്റെ മന്ത്രിയായിട്ടാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഉണ്ടായിരുന്നതും. പിന്നെ പിതാവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ചതിച്ച മക്കളൊക്കെ വന്ന് ഭക്ഷണം ചോദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഈ നെയിൽ നദിയുടെ ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൃഷി ചെയ്യുന്ന, അതിൽ നിന്ന് വിളവെടുക്കുന്ന കൃഷിയായിരുന്നു ഉണ്ടായിരുന്നത്. അൽഹംദുലില്ലാ, നമ്മളിവിടെ പുറത്തെത്തിയിട്ടുണ്ട്. ഇതാണ് നെയിൽ റിവർ. സോറി, ഭയങ്കര ശല്യം. വീഡിയോ എടുത്തപ്പോൾ എന്തായത് എല്ലാം മാറിപ്പോണ്ട്. രാവിലെ ഒന്നും നടക്കാനായിക്കില്ല. അവർ കസ്റ്റമേഴ്സിനെ പിടിക്കുകയാണ്. പക്ഷെ ഒരു 5 തവണ വേണ്ടാന്ന് പറഞ്ഞാലും പിന്നെയും വന്നുകൊണ്ടിരിക്കും. ഇതാണൊരു സംഗതി. അസ്സലാമു അലൈക്കും. അയ്യോ, ഇതാണ് ടെമ്പിൾ കേട്ടോ. ലെക്സോർ ടെമ്പിളാണ് ഈ കാണുന്നത്. അതിനുള്ളിൽ നമ്മൾ പോയി വീഡിയോ എടുത്ത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടു. കാണാത്തവരെ വീഡിയോ കണ്ടുനോക്കുക. സൂപ്പർ ചരിത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫുട്പാത്തിലൂടെ നമ്മൾ പോകുന്നത് നമ്മളെ ഗോബസിൻ്റെ ഓഫീസിലേക്കാണ്. അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ബസ് നോക്കണം. കൈറോയിലേക്ക് വേറെ ഒരു റൂട്ടാണ്, അങ്ങോട്ടൊക്കെ ബസ് എന്ന് നോക്കണം. അപ്പോൾ അത് ഫൈനൽ ചെയ്യണം, പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നോ താങ്ക് യു, നോ താങ്ക് യു ബോയ്. ശരിക്കും അത് നല്ലൊരു പൈസയാണ്. 50 പൗണ്ടിന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കാണിച്ചു തരും. പക്ഷേ ഇപ്പോൾ ആ മൂഡിലല്ല, കുറച്ച് ചേട്ടെ.
ഇപ്പോൾ ഒന്ന് ഇറങ്ങിയല്ലോ. ഇപ്പോൾ നടക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല. നടന്ന് കുഴങ്ങുകയാണെങ്കിൽ ആ വണ്ടി എടുത്ത് പോവാം. ചിലപ്പോൾ അത് 100 ആവും, 150 ആവും. ഇനി അവനോട് ബാർഗൈൻ ചെയ്താവാൻ കുറച്ച് തരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കില്ല, കുറച്ച് നേരം. കടകളൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. 11 മണിയായി. 11 മണിയാവും ടൗണിലൊക്കെ ഒന്ന് ആക്റ്റീവ് വരാൻ. ഇവിടെ എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. റോൾ സാൻഡ്വിച്ച് ഉണ്ടോ ഈ കടയിൽ. അപ്പോൾ ഇവിടെ സ്നാക്ക് ടൈം പറഞ്ഞിട്ട് വേറെ ഒരു കട ഉണ്ട്. സോ ഗൂഗിൾ മാപ്പിനെ ഏതോ ഗല്ലിൻ്റെ ഉള്ളിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം ബസ് സ്റ്റേഷനിലേക്ക് ലൊക്കേഷൻ ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ എന്തായാലും പോയി നോക്കാം. ലെക്സോർ സിറ്റിക്കകത്തുള്ള ഉൾഗ്രാമങ്ങളാണ്. ടൗണിൻ്റെ ഔട്ട്സ്കേർട്ട്, ടൗണിൻ്റെ പ്രധാന ഭാഗം തന്നെയാണ്. പക്ഷേ ഉള്ളിലെ ഗല്ലികളാണ്. ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഗല്ലി ഏരിയയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട്. ഓപ്പണായി വരുന്നേ ഉള്ളൂ. ആക്റ്റീവായ സ്ഥലമായിരിക്കും. ടൗണിലെ സ്വഭാവം അനുസരിച്ച് രാത്രി ആക്റ്റീവ് ആവുകയും രാവിലെ വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവുക. നമ്മളെ ബസ് ഇവിടെ കാണുന്ന ബസ്സിൻ്റെ ഓഫീസ് അപ്പുറത്തായിരിക്കും. ഓഹോ അത്ര പെട്ടെന്ന് എത്തില്ലേ? കുറച്ച് ഒരു 1.5 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവുള്ളൂ. 1.5 കിലോമീറ്റർ ഉണ്ടാവില്ല. അവിടെ ഗോ ബസ്സുകൾ കിടക്കുന്നു. ഇവിടെയാണ് ഈ ലെക്സോറിൽ വന്ന് ഞാൻ രാത്രി ബസ് ഇറങ്ങിയത്. അവിടെ കാണുന്നതാണ് ഗോ ബസ്സിൻ്റെ ഓഫീസ്. നേരെ കാണുന്ന മഞ്ഞ ബോർഡ്. അവിടെ ഒരു ലോക്കൽ ഫുഡ് കാണുന്നുണ്ട്. How much? 10 pound one sandwich. 10 pound. First one. One. എന്താ ഓർഡർ ചെയ്തൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇസ്മുക്ക് ഫാരിസ് വളരെ കഴിച്ച് പോയതാണ്. ഇപ്പോൾ നോക്കാം. This one. അപ്പോൾ ഒരു സാൻഡ്വിച്ചാണ് കിട്ടിയിട്ടുള്ളത്. സൂപ്പർ സാൻഡ്വിച്ചാണ്. ഇതിലെല്ലാ സാധനങ്ങളും ഇട്ടിട്ടുണ്ട്. വെജിറ്റബിൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് ഇവിടുത്തെ എന്തോ ഒരു സാധനമാണ്. ഇത് ഉപ്പിലിട്ട സാധനം. ഉപ്പിലിട്ടത് 10 പൗണ്ടാണ് ഇതിനാവുക. 17 രൂപ. ഈ സാധനം ഉണ്ടല്ലോ, നാരങ്ങയാണ്. നാരങ്ങ ഉപ്പിലിട്ട് അച്ചാറിട്ടതാണ്. നല്ല രസമുണ്ട്. ഒന്നുകൂടി ഓർഡർ ചെയ്തിട്ട് നല്ല രസമുണ്ട് സാധനം. ചിപ്സും കൂടെ തന്നാണ്. ചിപ്സ് കൂടെ തന്നാ. അങ്ങനെ ചായ കുടിച്ചിറങ്ങി. ഇവിടെയൊക്കെ നമ്മളെ ഇന്ത്യയിലെ പോലെ തന്നെ, ഇന്ത്യയിലെ കേരളം വിട്ടാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയിൽ ചായ കിട്ടില്ല. ഇവിടെയും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന കടയിൽ ചായ ഇല്ല. ചായക്ക് പ്രത്യേക കട ഉണ്ട്, അവിടെ പോയി കുടിക്കണം. അങ്ങനെ പ്രത്യേക ലക്ഷ്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ ടൗണ് കാണുക എന്നുള്ള രൂപത്തിൽ ഇറങ്ങിയതാണ്. ഭക്ഷണം കഴിച്ചാലൊരു ചായ കുടിക്കുന്നത് നല്ലതല്ലേ. ജനറൽ ചായക്കട ഉണ്ടാവും. شاي كوايا ولا هنا؟ كوايا ولا شربونا؟ شرب. هنا ولا ماشي؟ ചായൻ്റെ ഒപ്പം മിൻറ്റ് വന്നിട്ടുണ്ട്. ഒരു കട്ടൻ ചായ പറഞ്ഞു. നല്ല പൊടിയുണ്ട് കണ്ടോ, അത്യാവശ്യം നല്ല പൊടിയുണ്ട്. പിന്നെ ഷുഗർ ഉണ്ട്. മിൻറ്റ് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടിട്ട് കുടിക്കാവുന്നതാണ്. അയവ 50 പൗണ്ടാണ് ഇതിന്. 87 രൂപയാണ് ഈ ചായക്ക്. ഇത് ടൗണിലായിട്ടോ, ടൂറിസ്റ്റ് ഏരിയയിലായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ചായക്കടയിൽ ഒരുപാട് നേരം ഇരുന്നു. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ലെക്സോർ റെയിൽവേ സ്റ്റേഷൻ. ആ ചായക്കടയിൽ ഞാൻ ഒരുപാട് സമയം ചിലവഴിച്ചു. ഈജിപ്തുകാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് ചായക്കട എന്നുള്ളത്. അവിടെ വന്നിരിക്കുക, ചായ കുടിക്കുക, ഹുക്ക വലിക്കുക, കൂട്ടുകാരോടൊപ്പം വരും, ചിലപ്പം ഫാമിലി ആയിട്ട് വരും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നിസ്കരിക്കണം, പള്ളിയിൽ കയറട്ടെ. അസ്സലാമു അലൈക്കും. ഇവിടെ വർക്ക് എടുക്കുകയാണ്. ഇവിടെ കൊടുക്കാനുള്ള സ്ഥലമുണ്ട് തോന്നുന്നു. അപ്പം ഞാനൊരു പള്ളിയിലാണുള്ളത്. ഇവിടെ കയറി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരമായി നിസ്കരിച്ച് എല്ലാവരും പോയിട്ടുണ്ട്. ഞാനിവിടെ ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് കുറച്ച് ഫ്രീ സമയം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ ഇറങ്ങിയതാണല്ലോ. അപ്പം ഓരോരുത്തരെങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു മൂലക്ക് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് കഴിഞ്ഞ് ഒരു മൂലക്ക് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് ഇങ്ങനെ ദ്വാരിക്കുകയാണ്. അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കുന്ന പോലെ ഉള്ളൊരു പ്രതീതി എനിക്കിങ്ങനെ തോന്നി. പടച്ചോൻ പറയുന്നുണ്ട്, ഇതോ റബ്ബക്കും തളർറുഅൻ വ ഖുഫിയത്തൻ, രഹസ്യമായും താഴ്മയോടുകൂടിയും നീ പടച്ചോനോട് നിങ്ങൾ ചോദിക്കുന്നു പടച്ചോൻ പറയുന്നുണ്ട്. ആ ഒരു ആയത്തിനൊക്കെ അന്യർത്ഥമാക്കുന്ന രൂപത്തിൽ ഒരാൾ ഒരു സൈഡിലിരുന്ന് അങ്ങനെ താഴ്മയോടെ രഹസ്യമായിട്ട് പടച്ചോനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച എനിക്ക് ഇവിടുന്ന് കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഒരാളിവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയാണ്. അയാൾ ഓതുന്നതോടൊപ്പം തന്നെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ ആടിയും അത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രൂപത്തിലൊക്കെ ഇങ്ങനെ ഇരുന്ന് ഓതുന്ന ഒരു കാഴ്ച. ഇങ്ങനെ ഓരോ മനുഷ്യരും പടച്ച റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന, നമ്മൾ പ്രൗഢിയോ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറം
ആളുകൾ പടച്ച റബ്ബുമായി രഹസ്യമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ മനസ്സിലാവും നമുക്ക്. ലക്സോർ ഒരു ടൂറിസ്റ്റിക് സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരുപാട് സംഗതികൾ നടക്കും. അതായത് ചായക്ക് ചെറിയ പൈസ ആണെങ്കിൽ ഞങ്ങൾ ടൂറിസ്റ്റ് ആകുന്നതുകൊണ്ട് കൂട്ടി ചോദിക്കും. അതുപോലെ തന്നെ കുതിര വണ്ടിക്കാർ, ടാക്സിക്കാർ, നിങ്ങൾ ടൂറിസ്റ്റ് ആണെന്ന് മനസ്സിലായാൽ പണം അധികമായി ചോദിക്കും, ഇരട്ടി ചോദിക്കും, എല്ലാം ചെയ്യും. അപ്പം നിങ്ങൾ ഒറ്റക്കൊക്കെ വരികയാണെങ്കിൽ അത് ശ്രദ്ധിച്ചാൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നമുക്കിവിടെ പരിചയമുള്ള ആളുകളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു തന്നുകൊണ്ട് ഒരുപാട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മൾ ചില സാഹചര്യത്തിലൊക്കെ അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ വീഴും. നമുക്കറിയാം നമ്മളെ പറ്റിക്കുകയാണെന്നുള്ളത്, പൈസ അധികമാണെന്നുള്ളത്. പക്ഷെ അവരിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കാക്കാൻ കഴിയൂല. അത്രയും ട്രിക്കാണ്. ചില സമയത്തൊക്കെ നമ്മളോട് പറയും, നിങ്ങൾ ഹോട്ടലിൽ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ അവിടെ നിങ്ങളെ കണ്ടിനു, എന്തൊക്കെയാണ് സുഖമില്ലെങ്കിൽ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു സന്തോഷത്തിൽ സംസാരിക്കാൻ നിന്നാൽ പിന്നെ ബാക്കി ടൂർ പ്ലാനുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകാം എന്നൊക്കെ പറയും. അങ്ങനെ ഒരുപാട് ട്രിക്കുകൾ ഇവർ ഉപയോഗിക്കും. കാരണം ഇവിടെ ഒരുപാട് കാലമായിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അവർക്ക് അറിയാം എങ്ങനെയാണ് ഒരു ടൂറിസ്റ്റിനെ തൻ്റെ വലയിൽ വീഴ്ത്തേണ്ടത് എന്ന്. അപ്പോൾ ഞാൻ നേരത്തെ ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ വീണ്ടും ഓഫീസിൽ വന്നു. ഞാൻ നേരത്തെ ടൈമൊക്കെ നോക്കി പോയതാണ്, കുറച്ചുണ്ട് തീരുമാനിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ഏതായാലും നാളെ ഇവിടുന്ന് കൈറോയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പം ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ, നാളെ പോകും ഇൻഷാ അല്ലാഹ്. സോ ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഇനി നേരെ എക്സ്ചേഞ്ചിൽ പോകണം. കുറച്ച് ഡോളർ ഈജിപ്ഷ്യൻ കറൻസി ആക്കണം. അപ്പോൾ അതിന് വേണ്ടി പോവാണ്. പക്ഷെ നടക്കാണ്ട് ഒരു 850 മീറ്റർ നടക്കാനുണ്ട്. സോ സമയം ഉച്ചയായിട്ടുണ്ട്, 1:30 ആയിട്ടുണ്ട്. 1:30 ആകുമ്പോൾ ഉള്ള മാർക്കറ്റിലെ കാഴ്ചകളാണ്. അങ്ങനെ ഭിക്ഷയാചിക്കുന്ന ഒരുപാട് പേരുണ്ടാവും റോഡ് സൈഡിലൊക്കെ ആയിട്ട്. ഭിക്ഷാടനം ഇവിടെ അധികമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പോസിറ്റീവ് സംഗതി എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ അവർ ഇപ്പോൾ ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്തിട്ടായിരിക്കും. മൊറോക്കോയിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ തന്നെ നേരെ ഭിക്ഷയാചിക്കുന്നതിന് പകരം ടിഷ്യൂ പേപ്പർ, എന്തെങ്കിലും ചെറിയ ടിഷ്യൂ പേപ്പറൊക്കെ തരും. അപ്പോൾ അത് ഒരു പകരം തരിക എന്നുള്ളതാണ്. അതായത് മിക്കവാറും ആളുകൾ ആ ടിഷ്യൂ പേപ്പർ വാങ്ങാതെ പൈസ കൊടുത്ത് പോലെയാണ്. അവരും അതാണ് ആഗ്രഹിക്കുന്നത് ഒരർത്ഥത്തിൽ. ഇവിടെ 2 കുട്ടികളിരുന്ന് പുസ്തകത്തിൽ എഴുതുന്ന ഒരാൾ കുട്ടി ഖുർആൻ ഓതുന്നു. മാഷാ അല്ലാഹ്. ഇസ്മുക്ക് ഹമ്മദ് മാഷാ അല്ലാഹ്. അല്ലാഹു ബാരിക്. ഖുർആൻ ഓതുക കേട്ടോ ചെറിയ കുട്ടി. മാഷാ അല്ലാഹ്. ഇവിടെ ഖുർആൻ ചെറുപ്പം മുതലേ ഇവരെ മൈൻഡിലൊക്കെ കയറിയിട്ടുണ്ടാവും. ഞാൻ കൈറോയിലേക്ക് വരുന്ന ബസ്സിൽ കണ്ടാൽ മുസ്ലിം പർദ്ദയൊക്കെ ഇട്ടാണ്, പക്ഷേ മുടിയൊന്നും വല്ലാതെ അങ്ങോട്ട് ഇതാക്കാതെ ഒരു പെണ്ണ് ബസ് ഓടി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിന് ഖുർആനെടുത്ത് ഓതൽ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ സംഗതികൾ. കുതിരവണ്ടിയിൽ കുറച്ച് ദൂരം പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഞാനതിന് തിരിയാത്ത എന്താണെന്ന് വെച്ചാൽ അവർ പറയുമ്പോൾ 50 പൗണ്ട് എന്നൊക്കെ പറയും. പിന്നെ കയറി കിട്ടിയാൽ പോലും പല ഓപ്ഷൻസ് വെക്കും. ആ മാർക്കറ്റ്, ഈ മാർക്കറ്റ് പറഞ്ഞുകൊണ്ട് അവസാനം എല്ലാം ഭയങ്കര തലമ്മലാവും. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രധാന സൂക്കുകളിലൊന്നാണ് ഇതിപ്പോൾ നമ്മൾ ലക്സോർ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇവിടുത്തെ പ്രധാന സൂക്കുകളിലൊന്നാണ് ഇത്. വളരെ മനോഹരമായ രൂപത്തിൽ ഡിസൈൻ ചെയ്ത ഒരു സൂക്കാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ എന്തൊരു രസമാണ്. മുകളിൽ മരം കൊണ്ട് നിർമ്മിച്ച റൂഫാണെന്ന് തോന്നുന്നു. ആക്ച്വലി ഈ സൂക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന ഭംഗി വെച്ചാൽ ഈ മുകളിൽ കാണുന്ന റൂഫിൻ്റെ ഇടയിലൂടെ വരുന്ന വെയിലുണ്ടല്ലോ, ആ വെയിൽ ഇവരുടെ ഓരോ കടയുടെ മുന്നിലേക്ക് അടിക്കുന്ന ലൈറ്റാണ്. അപ്പോൾ ആ കടയിലുള്ള പ്രൊഡക്റ്റുമേലേക്ക് അടിക്കുന്ന ലൈറ്റ് വ്യത്യസ്തമായ കളറിൽ തോന്നിപ്പിക്കുന്നതായിട്ട് നല്ല രസമുണ്ട് കാണാൻ ഈ സൂക്ക്. മാഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ലക്സോറിൽ വരുന്ന ട്രൂപ്പിൽ ഇതൊരു ഐറ്റാണ്, ഐറ്റനറിയിൽ പെട്ടൊരു സാധനമാണ് ഈ ഒരു സൂക്ക്. ഈ സൂക്കിൽ ഞാൻ പോസിറ്റീവായി എനിക്കിപ്പം ഫീൽ ചെയ്തൊരു സാധനം, ഇവിടെ ആരും കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ഫളൽ ആഖി അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ ജസ്റ്റ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശമില്ല എന്ന് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് വിടും. കൂടുതൽ നിർബന്ധിപ്പിക്കുന്നില്ല. എനിക്കിപ്പം ഫീൽ ചെയ്താണ്. എന്നാൽ ചില സമയത്തൊക്കെ ആർക്കെങ്കിലും മറ്റനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എനിക്കിപ്പം ഫീൽ ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, വല്ലാതെ ആരും നിർബന്ധിക്കുന്നൊന്നുമില്ല ഇതുവരെ. അൽഹംദുലില്ലാ. പിന്നെ ഇവിടെ ആളുകൾ സാധനം വാങ്ങുന്നത് ഇവിടെ വില കൂടുതലാണ് എന്ന് അറിഞ്ഞിട്ട് തന്നെയാണ്. കാരണം ഇത് ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. എയർപോർട്ടിൽ അടിക്കുമ്പം 200-250 കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു സ്ഥലത്തുനിന്ന് സാധനം വാങ്ങുമ്പോൾ അവർക്ക് വാടകയും കാര്യങ്ങളൊക്കെ അതിൻ്റേതായൊരു വില ഉണ്ടാവും. നോ താങ്ക് യു ബ്രദർ. താങ്ക് യു. സോ ഒരുപാട് നടന്ന് ഞാനിപ്പുറം എത്തി. ഇതിനുള്ളിലൊക്കെ വേറെ എന്തുണ്ട്.
ഞാൻ ഓപ്പോസിറ്റ് എൻട്രൻസ് അല്ല, ഞാൻ നേരെ നടന്ന് ഇത് എക്സിറ്റ് ആവാനായി ഈ ഒരു മാർക്കറ്റ്. ഈ അവസാനത്തേക്ക് വരുമ്പോഴൊക്കെ കടകൾ കുറവാണ്, കുറേ കടകൾ ഇല്ലാത്ത ഷോപ്പുകൾ, ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ മാർക്കറ്റിൻ്റെ പുറത്ത് കടന്നു. പൊതുവെ ഇന്ന് ഞായറാഴ്ചയാണ്, പൊതുവെ അതുകൊണ്ടായിരിക്കും എന്നാൽ കുറേ കടകൾ അടവെന്നാലും ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. ഇന്ത്യ. Where in India? കേരള. Because this is my teacher. Eh? This is my teacher. When I speak English, say hello. Hello. Are you Muslim? Yeah. Oh, good. Same here. جلال أباد أحمد أباد وين؟ MashaAllah. Eh? وين؟ India. وين؟ جلال أباد La. أحمد أباد. കേരള. താങ്ക് യു. ഹൈദരാബാദാണോ ചോദിക്കേണ്ടത് ഇവരെ? ഹൈദരാബാദൊക്കെ അറിയിക്കാറുണ്ട്, ചിലപ്പം സാധനം ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ നടക്കുന്നുണ്ടാവും. ഞാൻ കുറച്ച് ഡോളർ ഈ കറൻസിയിലാക്കിയ $200. എനിക്ക് 10,060 രൂപയാണ് റേറ്റ് കിട്ടിയത്, ഈജിപ്ഷ്യൻ. നാട്ടിലൊരു 17,000 രൂപേൻ്റെ അടുത്ത്. സോ ഞാനിതാ ഇവിടെ ലക്സോർ ടെമ്പിളിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നെയിൽ നദിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് മെല്ലെ അങ്ങനെ പോവാം തിരിച്ച് റൂമിക്ക്. നാളെ ഇവിടുന്ന് കൈറോയിലേക്ക് പോകും ഇൻഷാ അല്ലാഹ്. ഇവിടെ അനേകം കുതിരവണ്ടികളുണ്ട്. ഇവിടെ അതിന് തീറ്റ കൊടുക്കുന്ന ഇങ്ങനത്തെ പുല്ലുകൾ ഇവിടെ ഒരുപാട് പാടത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് അതിൻ്റെ ഒരു സ്റ്റോപ്പാണ്, ഒരു പാർക്കിംഗ് സൈറ്റാണിത്. കുതിരവണ്ടിയിൽ തന്നെ അതിന് കൊടുക്കാനുള്ള പുല്ലൊക്കെ റെഡിയാക്കിയിട്ടാണ് കൊണ്ടുവരല് തോന്നുന്നത്. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നമ്മൾ ഏകദേശം നൈൽ നദിയുടെ അടുത്തെത്തി. ഇതേ കാണുന്നു വീണ്ടും നൈൽ നദി. ഇവിടെ ഒരുപാട് ക്രൂയിസ് ഷിപ്പുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്, ക്രൂയിസ് ഷിപ്പുകളുണ്ട്. ഭയങ്കര എക്സ്പെൻസീവായ ഹോട്ടലായിരിക്കും. ഇതുണ്ടോ, ഇതൊരു ഷിപ്പ് ഇത് അവിടെ. ഇതിൽ എത്ര റൂമാണെന്ന് നോക്ക്. ഇതൊക്കെ കാണുന്ന റൂമും പിന്നെ അതുപോലെ തന്നെ മറ്റു സംഗതികളൊക്കെയാണ് ആ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കാഴ്ച. ഒന്നേ ഒരു ബോട്ട് ഇതാ വരണേ. ഇത് അസ്വാനിലേക്ക് പോണ ബോട്ടാട്ടോ. അയ്യോ അരേ ലൈറ്റ് ഇട്ട് ഓൺ അടിക്കണ്ടേ നമ്മളിതിന് മുന്നേ പോയിട്ട്. അപ്പം പെട്ടെന്ന് എടുത്താൽ പോതന്നെ എനിക്കത് ശീലമായിട്ടുണ്ടാവും. നമുക്ക് ഒറ്റയടിക്ക് ആ വണ്ടി ഇങ്ങനെ വരുമ്പോൾ പേടിയാ. സോ നമ്മളിവിടെ കരയിലെത്തി. നമ്മളെ ഹോട്ടലിൽ നിൽക്കുന്ന ഭാഗത്തുള്ള കരത്തി. ഇല്ല പൊന്നെ, ഇതാ ആട്ടാണല്ലോ ഇവന് നല്ല. ഓ ആകെ ആട്ടലാണല്ലോ. അടുപ്പിച്ചിട്ടേ പാർക്കിങ്ങിന്. യാ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. ഒരു ബോട്ട് കഴിഞ്ഞ് അടുത്ത ബോട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ബോട്ട് കഴിഞ്ഞ് എത്തുമ്പോഴാണ് കരയെത്തുക. അയ്യോ നമ്മളപ്പുറത്തെത്തി. Okay, brother. It was fine. Everything well? Everything well. So, let's go. Maya. Okay. Bismillahirrahmanirrahim. Okay, let's go. Ladies and gentlemen, welcome to Luxor. Thank you. Who is the best man from India? Aywa. This brother. 120 പൗണ്ടാണ്. ഒരു ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രാത്രി ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചിപ്സൊക്കെ വാങ്ങി വെച്ചാൽ ഓക്കെ. This is the noodles, yeah? How much for this? Choose which flavor you want. It's okay there? കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇപ്പറ കുട്ടിയൊക്കെ ഐ വിൽ ക്യാച്ച്. ഓക്കെ ഓക്കെ. ഇപ്പറ കുട്ടിയൊക്കെ 2 ജ്യൂസ് വലിയ കുപ്പി വാങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. ഈ വണ്ടി ഉണ്ടോ, ഇത് കുറച്ച് പഴയ വണ്ടിയാണ്. അത്യാവശ്യം നല്ല പഴയ, അന്നത്തെ ടോപ്പ് ലെവൽ വണ്ടിയായിരിക്കും. സോ ഇറ്റ്സ് ഫോർ യു. വെൻ ഹി ഹേർഡ് മൈ സൗണ്ട് ഹി സ്റ്റാർട്ടഡ് ടു പാർക്കിംഗ്. Any voice? Any voice. Okay. Boy. ഉണ്ടോ ഇപ്പോൾ കുരക്കൂട്ടോ. ഹലോ. ഫുഡുണ്ട് കണ്ട ഈ പൂച്ച പിന്നാലെ കൂടും കണ്ടോ. ഫൈനലി ഞാനിതാ റൂമിലെത്തി ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പം ഈ ഒരു റൈസും സലാഡും പിന്നെ റൊട്ടിയും
എക്സ്ട്രാ സലാഡ് ഞാൻ വാങ്ങി. ഇതിനോടൊപ്പം ശരിക്കും 2 കറി എക്സ്ട്രാ വേറെ ഒരു കറി കിട്ടും. അപ്പോൾ അതെനിക്ക് ഇന്നാൾ കൂട്ടിയപ്പം തീരെ പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ കറി എനിക്ക് വേണ്ട, അതിന് പകരം എനിക്ക് സലാഡ് തന്നാൽ മതിയായിരുന്നു. അപ്പോൾ അവർ എക്സ്ട്രാ സലാഡ് തന്നു. പിന്നെ ചിക്കനും ഇതൊരു പിന്നെ മയോണൈസ് പോലെയുള്ളൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ്. ഓക്കെ, അപ്പോൾ അൽഹംദുലില്ലാ ഭക്ഷണം ആയിക്കട്ടെ. റൊട്ടിയാണ്. ഇവിടെ അസർ വാങ്ങിക്കൊടുത്തിട്ടോ. സമയം എത്രയായിരുന്നു? 3:15 ആയപ്പോഴേക്ക് ഇവിടെ അസർ വാങ്ങിക്കൊടുത്തു. ഇവിടെ വന്നാൽ ഇങ്ങനെ റൊട്ടിയും ഈ ഒരു റൈസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വല്ലാതെ പ്രശ്നമല്ല. ഉസ്ബെക്കിസ്ഥാനിൽ പോയപ്പോഴാണ് എനിക്ക് ഭക്ഷണത്തിൻ്റെ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നത്. കാരണം അവിടെ നമുക്ക് യോജിക്കാൻ പറ്റിയ സാധനം തന്നെ അവിടെ ഇല്ല. പിന്നെ അറേബ്യൻ ഫുഡുകൾ, മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവിടെ ഇല്ല. ഇത് തക്കാളിയാണ്. തക്കാളിയിലേക്ക് ഇവരെ സലാഡിൻ്റെ ചില സാധനങ്ങൾ ചേർത്തിട്ടുണ്ട്. വേറെ ടേസ്റ്റാണ്. പിന്നെ മുളക്, എരിവില്ലാത്ത മുളകാണ്. ഇത് ഐഷ് ആണ്. ഐഷന്നെ പല രൂപത്തിൽ ഐഷുണ്ട്. നമ്മൾ വേറെ സാധനം വാങ്ങിയാണ് സാൻഡ്വിച്ചിൻ്റെ ഐഷ്, രാത്രി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്കൊരു തേനും കൂട്ടിയാൽ നല്ല രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ.